കളമശ്ശേരി ഭീകരാക്രമണ കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം. ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയുടെ ഉത്തരവ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഡൊമിനിക് മാർട്ടിൻ ദുബൈയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശരൺ, ഈ കളമശ്ശേരി ഭീകരാക്രമണ കേസ് ഇത് സംബന്ധിച്ച് ഈ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് പ്രതി എന്നാണല്ലോ തുടക്കം മുതൽ പറയുന്നത്. ഇപ്പോൾ ഈ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്? അമൃത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ തുടക്കം മുതൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഭീകരാക്രമണ കേസിൽ, കളമശ്ശേരി ഭീകരാക്രമണ കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ്, വേറെ ആരുടെയും പിന്തുണ അല്ലെങ്കിൽ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് കഴിഞ്ഞ ഏപ്രിലിൽ കൈമാറുകയും ചെയ്തിരുന്നത്, അതായത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഉത്തരവാണ്. നേരത്തെ ഈ ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് അത് DGP ആണ് ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച ശേഷം അനുമതി നൽകിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഇന്റർപോളിന്റെ കേരളത്തിലെ നോഡൽ ഓഫീസർ അല്ലെങ്കിൽ ലെയ്സൺ ഓഫീസർ എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് IG ആണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് IG-യോടാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പലപ്പോഴേ നമ്മൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നതാണ് വിദേശ ബന്ധമടക്കം പരിശോധിച്ചതാണോ എന്നുള്ളത്. അപ്പോൾ പോലീസ് പറഞ്ഞിരുന്നത് അത് വിദേശ ബന്ധം വിശദമായി തന്നെ പരിശോധിച്ചു എന്നുള്ളതാണ്. ഈ ഡൊമിനിക് മാർട്ടിൻ 2023 വരെയാണ് ദുബൈയിൽ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തത്. അതിനുശേഷമാണ് ഇയാൾ കൊച്ചിയിലേക്ക് വന്നിരുന്നത്. അപ്പോൾ വിദേശത്തുണ്ടായിരുന്ന സമയത്ത്, അതായത് ദുബൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇയാളുടെ സ്ഥാപനത്തിലേക്ക് പോലീസ് സംഘം എത്തുകയും അവിടെ ജീവനക്കാരുടെ സഹപ്രവർത്തകരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നൊന്നും തന്നെ മറ്റൊരു ലീഡും ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക്, ഇന്റർപോളിന്റെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഭീകരാക്രമണ കേസിൽ 8 പേർ കൊല്ലപ്പെട്ട കേസാണ്. ഈ കേസിൽ UAPA, അതായത് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ ചുമത്തിയിരുന്ന UAPA ഒഴിവാക്കിയത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നതാണ്. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന UAPA ഒഴിവാക്കിക്കൊണ്ടുള്ള വിചാരണയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായം തേടിക്കൊണ്ട് ഇയാളുടെ വിദേശ ബന്ധം അന്വേഷിക്കാൻ എത്ര കാലം ദുബൈയിൽ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരിക്കുമോ അന്വേഷിക്കുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമൃത, പ്രധാനമായും നേരത്തെ പോലീസ് പരിശോധിച്ചിരുന്നത് ഇയാൾ ഇലക്ട്രീഷ്യനായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. 2023 വരെയാണ് അവിടെ, അത് വർഷങ്ങളോളം അങ്ങനെ തന്നെ ദുബൈയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ദുബൈയിൽ തുടരുന്ന വേളകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ആ ഒരു ബന്ധം ഏതെങ്കിലും വിധത്തിൽ ഈ ഭീകരാക്രമണത്തിന് പ്രേരണയായി മാറിയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുക. എന്തായാലും ഇയാൾ ജോലി ചെയ്തിരുന്ന ഇടം, താമസിച്ചിരുന്ന ഇടം അടക്കമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും പ്രധാനമായും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഈ കേസിൽ മറ്റാർക്കെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളത് കൂടിയാകാം. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇയാൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെന്നുള്ളതാണ്, മറ്റാരുടെയും പങ്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റാർക്കെങ്കിലും ദുബൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ കൂടി പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.